ഇന്ന് പച്ചമുളകിൻ്റെ തണ്ട് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ തണ്ടിൽ നിന്നും ഒരു അടിപൊളി ഹോം ഡെക്കർ ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബീവീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഓരോ തവണ പച്ചമുളക് വാങ്ങുമ്പോഴും അതിൻ്റെ തണ്ട് പൊട്ടിച്ച് അവിടെ ശേഖരിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം അങ്ങനെ എനിക്ക് ഇത്രയും പച്ചമുളകിൻ്റെ ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം പച്ചമുളകിൻ്റെ തണ്ട് പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് പച്ചമുളക് കുറേ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പച്ചമുളകിൻ്റെ തണ്ടുകൾ കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റം നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഇത് വെച്ച് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പച്ചമുളകിൻ്റെ തണ്ടൊക്കെ കളക്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് തയ്യാറാക്കി വെക്കണം. അതിന് വേണ്ടി ഞാനൊരു മാഗസീനിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നേരെ പകുതിയായിട്ട് മുറിച്ചെടുക്കുക. ഒരു പേപ്പർ ട്യൂബിന് ഇതിൻ്റെ പകുതി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. മുമ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ ഈ പേപ്പർ ട്യൂബ്സിൻ്റെ വെച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടു നോക്കുക. അപ്പം ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. പേപ്പർ ട്യൂബ്സ് വെച്ച് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാവുന്നതാണ്. വേസ്റ്റ് ഐറ്റമാണ്. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഹോം ഡെക്കർ പീസ് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ പേപ്പർ ട്യൂബ് തയ്യാറാക്കി ഇങ്ങനെ ഞാൻ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 പേപ്പർ ട്യൂബ്സാണ് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതേപോലെ നേരിയ കമ്പികളാണ്. നമ്മളെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ കെട്ടുകമ്പി ആയാലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള കമ്പികൾ നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കണം. ഇത് നമ്മൾ ഈ ഒരു പേപ്പർ ട്യൂബിൻ്റെ അതേ ഹൈറ്റിൽ കമ്പിയെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഈ പേപ്പർ ട്യൂബിൻ്റെ ഉള്ളിൽ ഇത് കയറ്റി വെക്കാനാണ്. പേപ്പർ ട്യൂബും വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നിവർത്താനും ചുരുട്ടാനും ഒന്നും പറ്റില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കമ്പി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കമ്പി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പോൾ എല്ലാ പേപ്പർ ട്യൂബ്സിനും വേണ്ടി ഞാൻ കമ്പികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഓരോന്നിനെയായിട്ട് ഈ ഒരു പേപ്പർ ട്യൂബ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോളാണ് ഉണ്ടാവുക. ഇതാ പെട്ടെന്ന് തന്നെ ഇത് കയറി കിട്ടും. അങ്ങനെ 10 ട്യൂബ്സിൻ്റെ ഉള്ളിലും ഇതേപോലെ കയറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള സെല്ലോ ടാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി വീതിയുള്ള സെല്ലോ ടാപ്പാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പിന്നെ ലോക്ക്ഡൗൺ ടൈമല്ലേ, പുതിയത് വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ്. അപ്പോൾ ഈ 10 ട്യൂബ്സിനെയും കൂടി ഒരുമിച്ച് വെച്ച് സെല്ലോ ടാപ്പ് കൊണ്ട് അടിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രീയുടെ ഒരു മോഡലാണ്. അപ്പം അതിന് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടിയിലത്തെ ഭാഗത്ത് ഈ 10 എണ്ണത്തിനെയും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം 2 എണ്ണം വീതം സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ കമ്പി കയറ്റി വെച്ചത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിനെ തിരിക്കാനൊക്കെ പറ്റും. ഈ 2 എണ്ണം വീതം ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ച് ചുറ്റി ഒരുമിച്ചാക്കുക. അടിഭാഗത്ത് മാത്രം സെല്ലോ ടാപ്പ് വെച്ച് കൊടുക്കുക. നമുക്ക് അതിൽ നിന്നും കൂടി ഓരോ ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം മൊത്തത്തിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ നിന്ന് ആ 2 ബ്രാഞ്ച് വരുന്നതിനെ സെപ്പറേറ്റ് ആക്കി എടുക്കുക ഓരോന്നായിട്ട്. എന്നിട്ട് അതിനെ സെല്ലോ ടാപ്പ് കൊണ്ട് കവർ ചെയ്തെടുക്കണം.
ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാ സെല്ലോ ടാപ്പ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് പെയിൻറ് ചെയ്തെടുക്കലാണ്. ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ യൂസ് ചെയ്യാം. അപ്പം ബ്ലാക്കാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ വെച്ച് മൊത്തത്തിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അക്രിലിക് കളർ യൂസ് ചെയ്താൽ മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം പെയിൻറ് ചെയ്തതിന് ശേഷം. ആ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതേപോലെ മുളകിൻ്റെ തണ്ട് കുറച്ച് കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക, ഓരോന്നായി എടുത്ത് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ സെല്ലോ ടാപ്പിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അതുകൊണ്ട് ഇതിനെ ചുറ്റിയെടുക്കുക. നൂല് കൊണ്ട് ചെയ്താലും മതി, പക്ഷെ നൂല് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സെല്ലോ ടാപ്പ് ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി തീരും. അപ്പോൾ ഇതിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു കമ്പി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ബഞ്ച് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. അപ്പം നിങ്ങളടുത്ത് എത്ര മുളകിൻ്റെ തണ്ടുകളുണ്ടോ അപ്പോൾ അത്രയും നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ ട്രീ തയ്യാറാക്കിയെടുക്കാം. ഒരു പൈസ ചിലവും ഇല്ല, നമ്മൾ കളയുന്ന സാധനമാണ്, അതിനെയൊക്കെ കളക്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പം ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം ഭംഗിക്ക് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളർ പെയിൻറ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ഞാൻ ഈ ഫ്ലവറിനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നു. പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതാ ഈ ഒരു ബ്രാഞ്ചിനെ നമുക്ക് നല്ല ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിനെ ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഫ്ലവർ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് ഈ ഓരോ ബ്രാഞ്ചിൻ്റെയും അറ്റത്തായിട്ട് വെച്ചിട്ട് സെല്ലോ ടാപ്പ് കൊണ്ട് തന്നെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ബ്രാഞ്ചിൻ്റെയും അറ്റത്തായിട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി
ഇത്രയും ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇതാ അതേപോലെ നമ്മൾ ആ സെല്ലോ ടാപ്പിൻ്റെ ഭാഗം കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറും റെഡ് കളർ ഫ്ലവർ ആയപ്പോൾ അത്ര ഭംഗി കിട്ടിയില്ല. അപ്പോൾ അതിന് വേണ്ടി വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ സ്പോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സായിട്ട് നമുക്കിത് മാറും. റെഡ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കൂടുതൽ ഭംഗിക്ക് വേണ്ടി ഞാൻ യെല്ലോ കളർ വെച്ച് ഉള്ളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് ഇപ്പം മാറും. വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവർ ട്രീ നമുക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം ഇത് തയ്യാറാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പത്തിൽ ചെയ്യാനേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ലീഫ് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ പച്ച കളറുള്ള പേപ്പർ എടുത്ത് മടക്കി ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. വെറും ഫ്ലവേഴ്സ് മാത്രമായിട്ട് നമുക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ പൊസിഷനിലായിട്ട് ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ നല്ല ഫ്ലവർ ട്രീ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു ഫ്ലവർ വേസിൽ വെക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടാക്കിയതുണ്ട്, അതെടുക്കാം. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം അതിലേക്ക് കുറച്ച് പേപ്പറൊക്കെ അതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതേ ഫ്ലവർ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ഷോ പീസ് നമുക്ക് ഒട്ടും തന്നെ പൈസ ചിലവില്ലാതെ തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.